താങ്കൾ ഇന്ത്യൻ സെക്യുലറായ ഇന്ത്യയുടെ DGP ആയിരുന്നു. ഒരു മുൻ DGP ആയ താങ്കൾ ഒരു സെക്യുലറായ ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങൾക്കും വേണ്ടി സംസാരിക്കേണ്ട ആളാവണ്ടേ? ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. VR കൃഷ്ണയ്യർ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റിന്റെ ആഭ്യന്തരമന്ത്രിയായിരുന്നു. അങ്ങനെ ജഡ്ജിയായിട്ട് ഹൈക്കോടതിയിലുണ്ടായി, സുപ്രീം കോടതിയിലുണ്ടായി. അങ്ങനെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ജഡ്ജിയായിരുന്നു. പെൺകുട്ടിയുടെ തലമുടിയിൽ ഒരു കോണ്ടം ചുറ്റിയിരിക്കുന്നുവെന്ന് ഒരു മുൻ DGP എക്കണോമിസ്റ്റുമായ സെൻകുമാർ പറയുമ്പോൾ ഇറ്റ്സ് ഡെലിബറേറ്റ്. അതിലെന്താണ് അങ്ങേക്ക് ഇത്ര വലിയ അപാകത കാണാൻ കഴിയില്ല? നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത് കോണ്ടം തലേ കെട്ടാനാണെന്നാണോ? സ്ട്രേറ്റ് ക്വസ്റ്റ്യൻ. DGP TP സെൻകുമാർ, എക്കണോമിസ്റ്റ് ആയ ഒരു TP സെൻകുമാർ, ഒരു സംഖ്യയായ TP സെൻകുമാർ, അതെന്തിനാടാ പന്നി ഇപ്പൊ പറഞ്ഞതല്ല, പിന്നീട് വരെ അവസരം കിട്ടിയില്ലെങ്കിൽ മൂന്നാമത്തെ ബ്രാൻഡ് ചാർത്തി തന്നത് സോഷ്യൽ മീഡിയ ആണ്. ഇതിൽ ഏതാണ് താങ്കൾ അഭിമാനപൂർവ്വം കൊണ്ടു നടക്കാൻ ആഗ്രഹിക്കുന്നത്? സത്യം പറയുന്നതിനും വസ്തുത പറയുന്നതിനും സംഖ്യ എന്ന് വിളിക്കുകയാണെങ്കിൽ ഇനിയും അതിതീവ്ര സംഖ്യ എന്ന് നിങ്ങൾക്ക് പറയേണ്ട വിധത്തിലുള്ള സത്യങ്ങളും വസ്തുതകളും ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കും, പുറത്തു കൊണ്ടുവന്നുകൊണ്ടിരിക്കും. നല്ല 4 പെടകിട്ടിയ ആരായാലും നന്നാവും. അതൊരു പോലീസുകാരന്റെ കയ്യിൽ കൂടെ ആവുമ്പോ ശരിക്കും നന്നാവും. അങ്ങൊരു വർഗീയവാദിയാണ് എന്ന തരത്തിലുള്ള പരാമർശങ്ങൾ ചില കോണുകളിൽ നിന്ന് വരുന്നുണ്ട്. ആ കോണുകൾ വർഗീയവാദം പുലർത്തുന്നവയും ബാക്കിയുള്ളവരെ ആടിനെ പട്ടിയാക്കുകയും പട്ടിയെ പേപ്പട്ടിയാക്കുകയും എന്നിട്ട് തല്ലിക്കൊല്ലാൻ ശ്രമിക്കുകയും ചെയ്യുന്നവരാണ്. ഇത് എന്നെ ഉദ്ദേശാണ്, എന്നെ തന്നെ ഉദ്ദേശാണ്, എന്നെ മാത്രം ഉദ്ദേശാണ്. അങ്ങ് BJP എന്ന പാർട്ടിയിൽ അംഗത്വം എടുത്തിട്ടുണ്ടോ അഥവാ അംഗത്വം എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഞാൻ ഇതുവരെ ഒരു പാർട്ടിയിലും ഇതേവരെ അംഗമല്ല. BJPയിൽ ഭാവിയിൽ അംഗമായിക്കൂടുന്നില്ല. ഏതായാലും ഒരു പാർട്ടിയിലും അംഗമാകാൻ തക്ക വിധത്തിലുള്ള പാർട്ടി ഞാൻ ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. അപ്പൊ അത് കണ്ടെത്തുന്ന മുറയ്ക്ക് അതേപ്പറ്റി പറയാം. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ എത്ര പേർക്ക് 2,07,000 പേർക്ക് മദ്രസയിൽ പഠിപ്പിക്കാനായിട്ട് എത്ര കോടി രൂപ എടുക്കുന്നറിയോ? മണ്ണ് വാരി തിന്നുന്ന കുട്ടികളുള്ള കേരളത്തില് 2,07,000 പേർക്ക് ഏകദേശം 2,000 കോടി രൂപയോളം ഒരു വർഷം അവിടെ മതം പഠിപ്പിക്കാൻ കൊടുക്കുന്നുണ്ട്. ഈ മതം പഠിപ്പിക്കാൻ പൈസ പബ്ലിക് മണി ചെലവാക്കാവുന്ന എവിടെയാ ഭരണഘടനയിലുള്ളത്? എന്താണ് കേരളത്തിൽ മാത്രം അത് ചെയ്യുന്നത്? കേരളത്തിൽ ഏതെങ്കിലും ഹിന്ദുവിന്റെ കാര്യം പഠിപ്പിക്കാൻ ഏതെങ്കിലും സ്കൂളിൽ സമ്മതിക്കുന്നുണ്ടോ? അപ്പോൾ ആദ്യം ദേവസ്വം എന്തിനാണ്ടായത്? ദേവസ്വം ഹിന്ദുവിന് വേണ്ടി ഉണ്ടായത്. ആ ദേവസ്വം സ്കൂൾ ഉണ്ടാകുന്നത് എന്തിനാണ്? ആ ഹിന്ദുവിന്റെ പൈസ കൊടുത്തിട്ടുണ്ടാകുന്നതാണ്. മനസ്സിലാക്കണം. അവിടെ സംസ്കൃതം പഠിപ്പിക്കാൻ പറ്റിയില്ലെങ്കിൽ എന്തിനാണ് മറ്റുള്ളത് പഠിപ്പിക്കുന്നത്? ഒരാളെ ഒരു അപകടത്തിലേക്ക് പറഞ്ഞുവിടുമ്പോ എന്തൊരു മനസമാധാനം എന്നറിയാം. ഇവിടെ ചോദിക്കാനും പറയാനും ആരുമില്ലേ? എത്ര പേര് വേണം സംസ്കൃതം പഠിക്കാൻ ഒരു ക്ലാസ്സിൽ? ഒരു സ്കൂളിൽ എത്ര? നിങ്ങൾ ഇങ്ങോട്ട് പറയൂ, എത്ര കുട്ടികളുണ്ടെങ്കിലും സംസ്കൃതം പഠിപ്പിക്കുക? ഇപ്പോ സ്റ്റുഡന്റ് ടീച്ചർ റേഷ്യോ അനുസരിച്ച് 40. എത്ര കുട്ടികളുണ്ടെങ്കിലും അറബി പഠിപ്പിക്കുക? സ്റ്റിൽ മൈനോറിറ്റി കാറ്റഗറിയിൽ പെട്ടതാണെങ്കിൽ പോലും ആ സ്കൂളിന് അധ്യാപകൻ അറബി ഏതെങ്കിലും വിദ്യാർത്ഥി ഓപ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു വിദ്യാർത്ഥി ഉണ്ടെങ്കിൽ പോലും പഠിപ്പിക്കണം. അത് തന്നെ വ്യത്യാസം. നല്ല ഐഡിയ. എത്ര പേര് സംസ്കൃത അധ്യാപകർ കേരളത്തിലുണ്ട്? നിങ്ങളൊന്ന് പറ. ഞാൻ പറഞ്ഞല്ലോ, മദ്രസയെ പഠിപ്പിക്കാൻ തന്നെ 2,07,000 പേരുണ്ട്. കേരളത്തിൽ ഏതെങ്കിലും ഒരു സാധനത്തിന് 2,07,000 പേർക്ക് നിങ്ങൾ ജോലി കൊടുക്കുന്നുണ്ടോ? ഏതെങ്കിലും ഒരു വിഭാഗത്തില്? എന്ത് സുഖം കിട്ടുന്നത്? അവിടെ പഠിക്കുന്നത് മതം പഠിപ്പിക്കാനല്ല. മന്ത്രി അത് അസംബ്ലി പറഞ്ഞു. നോക്കൂ, നിങ്ങൾ ഇത് നോക്കൂ. അവിടെ ഇവർക്ക് പൈസ കൊടുക്കുന്നത് സയൻസും സോഷ്യൽ സ്റ്റഡീസ് ഒക്കെ പഠിപ്പിക്കുന്നുണ്ടെന്ന് പറഞ്ഞാണ് ഈ പൈസ കൊടുക്കുന്നത്. നോക്കൂ, അപ്പൊ അത് ഒരു വലിയ തട്ടിപ്പാണ്. താങ്കൾ ഇന്ത്യൻ സെക്യുലറായ ഇന്ത്യയുടെ DGP ആയിരുന്നു. ഒരു മുൻ DGP ആയ താങ്കൾ ഒരു സെക്യുലറായ ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങൾക്കും വേണ്ടി സംസാരിക്കേണ്ട ആളാവണ്ടേ? ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. VR കൃഷ്ണയ്യർ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റിന്റെ ആഭ്യന്തരമന്ത്രിയായിരുന്നു. അങ്ങനെ ജഡ്ജിയായിട്ട് ഹൈക്കോടതിയിലുണ്ടായി, സുപ്രീം കോടതിയിലുണ്ടായി. അങ്ങനെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ജഡ്ജിയായിരുന്നു. പക്ഷേ എന്റെ ചോദ്യം, അങ്ങ് PSC ഇന്റർവ്യൂവിന് പോകുന്ന സമയത്ത്, ഒരു സർവീസിൽ വിരമിക്കുന്നതിന് 32 വർഷങ്ങൾക്ക് മുമ്പുള്ള കഥയാണ്, അങ്ങ് പോകുന്ന സമയത്ത് PSC ഇന്റർവ്യൂ ബോർഡിൽ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ സനാതനധർമ്മം ഇതിലേതാണ് ഇന്ത്യയിൽ പുലരേണ്ടത് എന്ന് ചോദിച്ചാൽ അങ്ങ് എന്ത് മറുപടി പറയുമായിരുന്നു? രണ്ടും. ഇഫ് എ കോൺഫ്ലിക്റ്റ് അറൈസസ്, there is no conflict. ഇവിടെ എല്ലാവർക്കും ഇഷ്യൂസ് ഉണ്ട്. ആ ഇഷ്യൂസ് നിങ്ങളെപ്പോലെ കുറച്ച് മാധ്യമങ്ങൾ നോക്കുക, നിങ്ങളെപ്പോലെ കുറച്ച് പേര് വൺ സൈഡഡ് ആയിട്ട്, ടോട്ടലി ആബ്സല്യൂട്ട്ലി വൺ സൈഡഡ് ആയിട്ട് അതിനെ ഇല്ലാതാക്കുന്നു. ഞാൻ പറഞ്ഞില്ലേ അമ്മ, ഇതൊക്കെ ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണെന്ന്. ഇത്തരം കേസുകൾ വരുന്ന സമയത്ത് ഇപ്പൊ നമ്മളെ ഇവിടെ ഇഷ്ടം പോലെ ഹവാല വരുന്നുണ്ട്, ഇഷ്ടം പോലെ സ്വർണം പിടിക്കുന്നുണ്ട്, ഇഷ്ടം പോലെ മയക്കുമരുന്ന് വരുന്നുണ്ട്. നിങ്ങൾ ഇതിലെ പ്രതികൾ ആരാണെന്ന് നോക്കിയിട്ട് എന്തെങ്കിലും ഡിസ്കഷൻ വെച്ചിട്ടുണ്ടോ? ഞാൻ പറഞ്ഞു JNUവിലെ ഇഷ്യൂസിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? ഞാൻ പറഞ്ഞു JNUവിൽ നടക്കുന്ന കാര്യങ്ങൾ പലതും ഇതാണ്. മനസ്സിലാവുന്നുണ്ടോ? ഞാൻ അവിടെ നടന്ന അന്ന് ഈ പറയുന്ന 10 ദിവസം അവിടെ താമസിക്കുമ്പോൾ അവിടെ നിന്ന് പുറത്തു വരുന്ന സമയത്ത് മുഴുവൻ അവിടെ കോണ്ടംസ് കണ്ടു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്.
ഇടിവെട്ടിവന്റെ തലേ പാമ്പ് കടിച്ചോടാ ചിന്നക്കട ജംഗ്ഷനിൽ വെച്ച് ഇവിടെ പരാമർശം ഇതായിരുന്നു, കോണ്ടം ഉപയോഗിച്ച് മുടി കെട്ടുന്നു, വിവാദ പരാമർശം ടി പി സെൻകുമാർ. ടി പി സെൻകുമാർ എന്നൊരു എക്കണോമിസ്റ്റിന് ഇന്ത്യൻ സാമ്പത്തിക രംഗത്തെക്കുറിച്ച് എത്രയോ പ്രശസ്തമായ ലേഖനങ്ങൾ എഴുതാം, എത്രയോ നിരീക്ഷണങ്ങൾ നടത്താം. പെൺകുട്ടികളുടെ മുടി കെട്ടുന്നതും കോണ്ടം ഉപയോഗിക്കുന്നുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ സട്ടിൽ തിങ്സ് നമുക്കത് വിട്ടൂടെ. പോട്ടെ നോക്കുന്നൂർ അവൻ തലേ കയറി കളിക്കുക ആ വേലായുധൻ. ഈ JNU ഇപ്പോഴും UGCയുടെ മികച്ച അക്കാദമിക് സ്ഥാപനങ്ങളിൽ 1-ാം സ്ഥാനത്താണ്. വൈ? എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവിടെ ഇതല്ലാതെ കുറെ പഠിക്കുന്ന കുട്ടികളുണ്ട്. അവരുടെ പഠിപ്പില്ലാതാക്കാനാണ് ഇവർ നോക്കുന്നത്. 2 വർഷത്തിനകം, ഞാൻ ഇപ്പോഴേ പറയുന്നു, 2 വർഷത്തിനകം JNU മാറിയിരിക്കും, മാറ്റിയിരിക്കും. JNU തകർത്തിരിക്കും. തകർക്കല്ല, JNU ഒന്നാന്തരം ഒരു വിദ്യാഭ്യാസ സ്ഥാപനമാകും. ഇത് എന്തിനുള്ള പുറപ്പാടാണ്ടോ? ശുദ്ധീകരണ പ്രക്രിയയാണോ ഉദ്ദേശിക്കുന്നത്? ശുദ്ധീകരണം എന്നല്ല, അവിടെ ആസാദി, നിങ്ങൾ അവിടുത്തെ മുദ്രാവാക്യം കേൾക്കണം. എന്തിനാണൊക്കെ ആസാദി? കാശ്മീർക്കോ ആസാദി, കേരളക്കോ ആസാദി, അവിടുത്തെ ആസാദി, ഇവിടുത്തെ ആസാദി, ടുക്കടാക്കാർക്കോ ഭാരതക്കോ ഭാരതത്തെ, ഇതിനൊക്കെയാണോ ഗവൺമെന്റിന്റെ പൈസ വാങ്ങിച്ചിട്ട് അവിടെ പോയിരുന്ന് പഠിക്കുന്നത്? സർ, ഒരു സർവകലാശാല വിവിധ ആശയങ്ങളുടെ പരീക്ഷണശാലയാണ്. ഇതാണ് തെറ്റിദ്ധാരണ എന്ന് പറയുന്നത്. നോ പെൺകുട്ടിയുടെ തലമുടിയിൽ ഒരു കോണ്ടം ചുറ്റിയിരിക്കുന്നുവെന്ന് ഒരു മുൻ DGP എക്കണോമിസ്റ്റുമായ സെൻകുമാർ പറയുമ്പോൾ ഇറ്റ്സ് ഡെലിബറേറ്റ്. അതിലെന്താണ് അങ്ങേക്ക് ഇത്ര വലിയ അപാകത കാണാൻ കഴിയില്ല? നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത് കോണ്ടം തലേ കെട്ടാനാണെന്നാണോ? ഇവന് കുറച്ചു ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കായിരുന്നു. അതും ഇല്ലാതായി. ഇന്ത്യൻ ഭരണഘടനയിൽ ഹിന്ദുക്കൾ അടക്കമുള്ളവർക്ക് ആർട്ടിക്കിൾ 25 കൊടുത്തിരിക്കുന്ന വിശ്വാസം അത് ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും തുല്യമാണ്. അല്ല, നിങ്ങൾ തന്നെ നേരത്തെ പറഞ്ഞില്ലേ 28-9 30 വ്യത്യസ്തമാണ്. 25 അല്ല, ആർട്ടിക്കിൾ 25-ലല്ല സ്പീക്കിംഗ് 29-30. ഞാൻ പറയുന്നത് ഇന്ത്യയിൽ എല്ലാവർക്കും ഇക്വാലിറ്റി വേണോ? സമ്മതിക്കുന്നുണ്ടോ? സമ്മതിക്കുകയാണെങ്കിൽ ആദ്യം വേണ്ടത് ഇന്ത്യൻ ഭരണഘടനയുടെ ഫണ്ടമെന്റൽ റൈറ്റ്സിൽ ഒരു വരി കൂട്ടിച്ചേർക്കണം. All the religious rights given to the minorities will equally apply to the religious majority also. ആരോട് ഇതിങ്ങനെ എത്ര വട്ടം പറഞ്ഞു? 1996 ഞാൻ ജംഇയ്യത്തുൽ ഇഷാനിയ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിന്റെ ഓഫീസിൽ റെയ്ഡ് നടത്തിയപ്പോൾ കിട്ടിയ റെക്കോർഡ്സിലുള്ളതാണ്. എന്തുകൊണ്ടാണ്? അവിടെ കൃത്യമായിട്ട് അവർ എഴുതി വെച്ചിരുന്നു, അവരുടെ ഇതിൽ ഒരു ജനാധിപത്യ സമ്പ്രദായത്തിൽ അധികാരം പിടിക്കുന്നത് വോട്ടുകൾ വഴിയാണ്, അതുകൊണ്ട് ജനസംഖ്യ വർദ്ധിപ്പിക്കണം. ഇന്ന് ഈ വിവരം ഞാൻ ദാമോദർജിയെ അറിയിച്ചിട്ട് തന്നെ ബാക്കി കാര്യം. ഇത് 1996 ഞങ്ങൾ കണ്ടതാണ്. അതുപോലെ അവിടെ എഴുതി വെച്ചിട്ട് ഏതെങ്കിലും ഒരു മുസ്ലിം സ്ത്രീയായിട്ട് ആർക്കെങ്കിലും അന്യസമുദായക്കാർക്ക് ബന്ധമുണ്ടെങ്കിൽ അവനെ ഇല്ലാതാക്കണം. അങ്ങനെയുള്ള 6 മർഡർ കേസ് അന്വേഷിക്കാനാണ് എനിക്ക് തന്നത്. അതിന്റെ വകയായിട്ടാണ് ഞാൻ അന്വേഷിച്ചതും പിന്നെ സുനിലിന്റെ കേസൊക്കെ ഇവർ ചെയ്താണെന്നും ചെങ്ങന്നൂർ മൗലയുടെ ഇവർ ചെയ്താന്നൊക്കെ കണ്ടുപിടിച്ചത്. അപ്പൊ ഇത് നിങ്ങൾ ഈ പറയുന്ന പോലെ 10 വർഷം കൊണ്ടുണ്ടായതല്ല, മനസ്സിലാവുന്നു? സോ വാട്ട് ഈസ് ദ തിങ് ഈസ് ദാറ്റ് ഒരു രാജ്യത്ത് ജനസംഖ്യ നിയന്ത്രിക്കാൻ എല്ലാവർക്കും ഒരുപോലെ ബാധ്യതയുണ്ട്. സോ എവരിബഡി ഷുഡ് ഡു ദാറ്റ്. അത്രേ ഉള്ളൂ. ചാറ്റ് ചെയ്തിട്ടുണ്ട്, അതിനനുസരിച്ച് കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് നടക്കും. പോരെ? അപ്പൊ പിരിയാലോ? അപ്പൊ ശരി, ഇന്നത്തേക്കിന് പിരിയാം.